നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രജിൻ അധിക സമയം ചെലവിട്ടിരുന്നത് വീടിന് മുകളിൽ നിലയിലായിരുന്നു. ഇവിടേക്ക് മാതാപിതാക്കളെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും പതിവായിരുന്നു. രാത്രി വീട് വിട്ടിറങ്ങിയാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാണ് തിരികെ എത്താറുണ്ടായിരുന്നത്. വീടിലെ മുകൾ നിലയിൽ നിന്ന് പുറത്തിറങ്ങാനായി പ്രത്യേക കോണിയും ഇയാൾ സൂക്ഷിച്ചിരുന്നു. രാത്രി പുറത്തു പോകുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ദേഷ്യത്തോടെയായിരുന്നു മാതാപിതാക്കളോട് പെരുമാറിയിരുന്നത്. ഇതോടെ ഇതേക്കുറിച്ചൊന്നും വീട്ടുകാർ പിന്നീട് ചോദിച്ചില്ല. ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഒരു മോഷണ ശ്രമവും നടന്നിരുന്നു. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ഇതിന് പിന്നിലെ പ്രജിനാണെന്നാണ് നിലവിലെ സംശയം. അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയതായാണ് ഈ സംശയത്തിന് ഇടവെച്ചത്. പണം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ജോസിനെയും ഭാര്യയും പുറത്താക്കി കതകടച്ച് വീട് മുഴുവൻ പരിശോധന നടത്തും. എന്നിട്ട് കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തിട്ട് പോകുന്ന സ്വഭാവമായിരുന്നു പ്രജിന്. ജോസ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ വധഭീഷണി മുഴക്കിയിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. കൊലപാതകം നടന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഇവരുടെ ബന്ധുവീട്ടിൽ കല്യാണമുണ്ടായിരുന്നു. വിവാഹ ചടങ്ങിനിടെ പ്രജിൻ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ചിലർ ഇയാളെ കളിയാക്കി. ഇതേ തുടർന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും കാറിൽ കയറ്റി പ്രജിൻ തിരികെ പോന്നു. അമിത വേഗത്തിലാണ് ഇയാൾ കാർ ഓടിച്ചിരുന്നത്. സഹോദരി ഇത് ചോദ്യം ചെയ്തതോടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നിന്നെയും സ്വർഗത്തിലെത്തിക്കുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുന്നത് പ്രജിന്റെ രീതിയായിരുന്നു. വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് പ്രജിൻ മുകൾ നിലയിലെ മുറിയിൽ ഉച്ചത്തിൽ പാട്ടുവെക്കും. സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണ് മുറിയിൽ വയ്ക്കാറുള്ളതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ സമയത്തെല്ലാം ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നത് പതിവായിരുന്നു. പ്രജിൻ ജോസിന്റെ ജീവിതം ഏതാനും വർഷങ്ങളായി അടിമുടി നിഗൂഢത നിറഞ്ഞതായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചൈനയിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തുന്നത്. പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല. ഇതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിനായി പോയി. ഇതിനായി 1.5 ലക്ഷത്തോളം രൂപയാണ് വീട്ടുകാർ നൽകിയത്. എന്നാൽ സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടെന്ന് വീട്ടുകാരും ബന്ധുക്കളും പറയുന്നു. അച്ഛനെ കൊലപ്പെടുത്തും മുമ്പ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത്. ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നതായാണ് വിവരം. പ്രജിന്റെ സ്വഭാവത്തിൽ അടിമുടി ദുരൂഹത ഉണ്ടായിരുന്നതായും ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നും ബന്ധുവായ ഷൈൻ പറയുന്നു. അവൻ രാത്രി ഇറങ്ങിപ്പോകും. എവിടെ പോകുന്നുവെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും. അവന്റെ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിക്കണം. ഫോൺ വിളികളെ കുറിച്ചൊന്നും വീട്ടുകാർക്ക് അറിയില്ല. ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുറം ലോകം അറിയാത്ത പലതും പുറത്തുവരും. ജോസിന്റെ ശരീരത്തിൽ ആകെ 28 തവണ വെട്ടേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ 3 മുറിവുകളാണ് മരണകാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലപാതകത്തിന് മുമ്പും ജോസിന് മകനിൽ നിന്ന് പതിവായി മർദ്ദനമേറ്റിരുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ ഒട്ടേറെ പാടുകൾ ഉണ്ടായിരുന്നതാണ് മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തിയത്. ജോസ് കൊല്ലപ്പെടുമ്പോൾ സഹോദരന്റെ മകൻ നാട്ടിലെത്തിയ ശേഷം സംസ്കാരം നടത്താനായിരുന്നു കുടുംബം ശ്രമിച്ചത്. ആ സമയം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ദിവസം പ്രജിന്റെ മുറികളിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു വ്യക്തി കയറിയതായി പ്രജിലിന്റെ സഹോദരി നേരിട്ട് കണ്ടുവന്ന വിവരങ്ങൾ പുറത്തുവന്നു. പക്ഷേ പ്രജില മറ്റുള്ളവരുടെ ഇക്കാര്യം പറഞ്ഞ് ഇയാളെ തിരഞ്ഞുവെങ്കിലും അവിടെയെങ്ങും കണ്ടിരുന്നില്ല. വീടിന് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിനടുത്താണ് ജോസിനെ സംസ്കരിച്ചിരുന്നത്. ഇവിടെയും കറുത്ത വസ്ത്രധാരിയായ മറ്റൊരാൾ എത്തിയതായി മെഴുകുതിരി കത്തിക്കാൻ എത്തിയ കുട്ടികൾ കണ്ടതായും പറയുന്നുണ്ട്. ആ വ്യക്തി ആരെന്നറിയാൻ കുടുംബം ശ്രമിച്ചുവെങ്കിലും ജോസ് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പേ ഇവിടുത്തെ CCTVകളെല്ലാം പ്രവർത്തനരഹിതമാക്കിയിരുന്നു. നിലവിൽ ഇത് ബ്ലാക്ക് മാജിക് ആണോ പുറത്തുനിന്നുള്ള മറ്റാരുടെയെങ്കിലും സ്വാധീനമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.